ആകാശവാണി കോഴിക്കോട്. യുവവാണി. മാന്യ ശ്രോതാക്കൾക്ക് യുവവാണിയിലേക്ക് സ്വാഗതം. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്കു തന്നെ പലതരത്തിലുള്ള വിവേചനങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നതായി നമുക്കറിയാം. എന്നാൽ അതെല്ലാം പൊളിച്ചുമാറ്റി ജാതി, മതം, ഭാഷ, നിറം, തൊഴിൽ, പദവി, ലിംഗഭേദം എന്നിവയില്ലാതെ ഒരുപോലെ എല്ലാവരെയും പരിഗണിക്കുക എന്നത് അനിവാര്യമാണ്. ദിനംപ്രതി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ സമത്വം എന്ന വാക്ക് എത്രത്തോളം അർത്ഥവത്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമത്വം ആരംഭിക്കേണ്ടത് എവിടെ നിന്ന്? യുവവാണിയിൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം കേൾക്കാം. പങ്കെടുക്കുന്നവർ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഷബിത, പ്രസാധകനും കഥാകൃത്തുമായ നിധിൻ, പൊതുപ്രവർത്തകയായ അഡ്വക്കേറ്റ് നിജ്മ തബ്ഷീറ. ചർച്ച നയിക്കുന്നത് ഫഹദ് റാസ. മനുഷ്യൻ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചിട്ട് 10,000-കണക്കിന് വർഷങ്ങളായി. എന്നാൽ ഇന്നും ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമത്വത്തെക്കുറിച്ചാണ്. അത് ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ സമത്വം എന്ന പദം കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ശ്രദ്ധ കൂടുതലായും പതിയുന്നത് ജെൻഡർ ബേസ്ഡ് ആണ്, ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എങ്കിലും അതല്ലാത്ത മറ്റു പല വശങ്ങളും ഈ സമത്വം എന്ന ആശയത്തിലുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി എത്തിയ ഓരോരുത്തരും വ്യത്യസ്ത തൊഴിൽ മേഖലയിലുള്ള ആളുകളാണ്, വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് അഭിപ്രായങ്ങളും മാറും. നമുക്ക് ആ ഒരു അഭിപ്രായം കേൾക്കാൻ കൂടിയാണ് ഇരിക്കുന്നത്. ആദ്യം ഷബിതയിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഷബിത ഒരു എഴുത്തുകാരിയാണ്, മാധ്യമപ്രവർത്തകയാണ്. മാധ്യമപ്രവർത്തനം പൊതുവെ ഒരു പ്രൊഫഷണൽ മേഖല ആയതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യമായൊരു പങ്ക്, റോൾ ഈക്വലായി വരുന്നൊരു മേഖലയാണെന്നാണ് പൊതുവെ ധരിക്കുന്നത്. ഷബിതയുടെ ഇതുവരെയുള്ളൊരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വായനയിൽ നിന്നും തൊഴിലനുഭവങ്ങളിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് സമത്വം എന്ന ഒരു പദത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എൻ്റെ ഇതുവരെയുള്ള തൊഴിലനുഭവത്തിൽ എനിക്ക് പ്രൊഫഷണലി ഞാൻ ഈക്വലാണ്. എനിക്ക് ഒരിക്കൽ പോലും ഒരു പ്രൊഫഷണൽ പാട്രിയാർക്കി മേധാവിത്വം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടേ ഇല്ല. എൻ്റെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെയുള്ള എൻ്റെ എഴുത്തുകൾക്കും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം എൻ്റെ സഹപ്രവർത്തകർ തന്നിട്ടുണ്ട്. അത് ഒരു സീനിയർ ജൂനിയർ ലെവലിലുള്ള മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അതേ തുല്യത ഞാൻ എൻ്റെ എഴുത്ത്, ഒരു സാഹിത്യത്തിലേക്ക് നടന്നു വന്ന കാലത്തും അതേ തുല്യത എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ചില വേദികൾ പങ്കിടേണ്ടി വരുമ്പോൾ, ചില വിഷയങ്ങളിലേക്ക് പൊതുവായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആവാറുണ്ടല്ലോ. ഈ അപ്ഡേഷനിൽ ഇപ്പോൾ ഫെമിനിസത്തെ കുറിച്ചൊക്കെ, എന്തുകൊണ്ടാണ് ഫെമിനിസം ഉണ്ടായത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഫെമിനിസം എന്നുള്ളത്, തീർച്ചയായിട്ടും തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു അടി അല്ലെങ്കിൽ ഒരു കരച്ചിൽ ഒക്കെ ആയിട്ടാണല്ലോ ഈ ഫെമിനിസം വരുന്നത്. ഇപ്പോൾ ഫെമിനിസത്തിന്റെ 1, 2, 3, 4 തരംഗം കഴിഞ്ഞ് നമ്മൾ 5ാമത്തെ തരംഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യത്തെ ഫെമിനിസം സ്ത്രീകൾ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പയ്യെ അവർക്ക് എഴുത്തിലും അതുപോലെ തന്നെ ജോലിയിലും സമൂഹത്തിലും ഒക്കെ വേണ്ട ഈക്വാലിറ്റിക്ക് വേണ്ടി അടിയുണ്ടാക്കി. 5ാം തരംഗത്തിലെ ഫെമിനിസ്റ്റുകൾ നമ്മളോട് പറയുന്നത് പുരുഷനെ ഒരു സഹജീവിയായിട്ട് കാണാനും അനുതാപത്തോടു കൂടി പെരുമാറാനുമാണ്. അതായത് എല്ലാത്തിലും ഈക്വലായി. 4ാം തരംഗം, ഫെമിനിസത്തിന്റെ 4ാം തരംഗത്തിൽ നമ്മൾ സ്ത്രീകൾ ടെക്നോളജിക്കും അതുപോലെ തന്നെ സാമ്പത്തികവും സാങ്കേതികവുമായ തുല്യത നിർബന്ധമായും കൈവരിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൂടെ കൈവരിച്ചതോടുകൂടി ഇനി നമ്മൾക്ക് അടിയൊന്നും വേണ്ട, ഇനി നമ്മൾ തുല്യരായി, നമ്മൾ സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നു, ഇനി നമ്മുടെ സഹജീവിയെ നമ്മൾ അനുതാപത്തോടുകൂടി കാണുക. 5ാം തരംഗം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മോട്ടോ അതാണ്. പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ട്രാൻസ് ആയിക്കോട്ടെ, അവരെയൊക്കെ നമ്മൾ അനുതാപത്തോടു കൂടി കാണാൻ, സഹജീവികളായിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. 4ാം തരംഗം വരെ പുരുഷനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഫെമിനിസം ആയിരുന്നെങ്കിൽ 5ാം തരംഗത്തിലേക്ക് എത്തുമ്പോൾ അത് ഇൻക്ലൂഷനാണ്. അവിടെ ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ വന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ പ്രായോഗികമായി എന്നുള്ളത് ഒരു ചോദ്യം. ഒരു പക്ഷേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അത് വളരെ കൂടുതൽ എന്നോ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കാം. ഈ കേരളം പക്ഷേ ഇന്നും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഫെമിനിസത്തിന്റെ 2ാം തരംഗത്തിലാണ്. വോട്ടവകാശം കിട്ടി, ഇനി മറ്റുള്ള തുല്യതയ്ക്ക് വേണ്ടിയുള്ള അടി, അതും പൊതു ഇടങ്ങളിലെല്ലാം തന്നെ സ്ത്രീയുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിലോ പ്രൊഫഷണൽ ഇടങ്ങളിലോ വ്യക്തി സൗഹൃദങ്ങളിലോ ഒക്കെ തന്നെ ഇത് പാലിക്കപ്പെട്ടേക്കാം. പക്ഷെ കുടുംബം എന്ന് പറയുന്ന, അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിൽ എന്നും സ്ത്രീ തുല്യയേ അല്ല. നിധിനിലേക്ക് വരുമ്പോൾ, നിധിൻ ഒരു മാധ്യമപ്രവർത്തകനും പ്രസാധകനും കൂടിയാണല്ലോ. നിധിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ആ ഒരു നിർവചനം, സമത്വം എന്ന വാക്കിന് താങ്കൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് നൽകുന്നത്? സമത്വം എന്ന് പറഞ്ഞ വാക്ക്
ഒരുപക്ഷെ ഞാൻ ആ ഒരു വാക്കിന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ 4 അംഗങ്ങളുള്ളൊരു ചെറിയ ഫാമിലിയാണ്. അതിൽ 3 അംഗങ്ങളും പുരുഷന്മാരാണ്. അച്ഛൻ, ഞാൻ, അനിയൻ. ഒരാൾ മാത്രം സ്ത്രീ ആയിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ ചെറുപ്പം മുതൽ വീട് മൊത്തം പ്രവർത്തിക്കുന്നത് അമ്മയിലൂടെയാണ്. വീടിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് അമ്മയാണ്. ഒരുപക്ഷെ ഇക്വാലിറ്റിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അതിലേക്ക് നടക്കുന്നതും അമ്മയെ കണ്ടിട്ടൊക്കെയാണ്. അമ്മയുടെ ബൈബിളിലാണ് അമ്മ ആദ്യമായിട്ട്, നമ്മുടെ ഡയറി എന്ന് പറയുന്നത് അമ്മ ഉപയോഗിച്ചിരുന്ന ബൈബിളാണ്. അതിൽ അമ്മ പല വിഷമങ്ങളും എഴുതി വയ്ക്കുന്നു. അത് വായിക്കുന്ന ഒരു 10ാം ക്ലാസ്സുകാരനാണ് പിന്നീട് മാറി നടക്കാൻ ശീലിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിന്ന് കിട്ടുന്ന ഈ ഫെയിമുകളുടെ ഒക്കെ മുകളിൽ ആദ്യം നിൽക്കുന്ന ഒരാൾ അമ്മയായിരിക്കും. എനിക്ക് പറയായിരുന്നു ചിലപ്പോൾ അമ്മ എഴുതുന്നത് കണ്ടിട്ടാണ് ഞാൻ എഴുത്തിലേക്ക് വന്നിരുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. അത്ര മനോഹരമായിട്ട് അമ്മ എഴുതും, അത്ര മനോഹരമായിട്ട് കവിതകൾ ചൊല്ലും, പല കഥകളും അത്ര മനോഹരമായിട്ട് പറയും. അമ്മ അനുഭവങ്ങൾ പറയുന്നത് പലപ്പോഴും കഥകളിലൂടെയായിരുന്നു. ആ കഥകളിൽ കണ്ണീര് അതിൻ്റെ ഒരു നനവുണ്ടായിരിക്കും. അമ്മയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, അമ്മ ജീവിച്ചു വന്നിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത് അത്ര നമുക്കൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ജീവിതമല്ല. അതിന് അപ്പുറത്തേക്ക് വളരെ കഷ്ടതകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ചിരിക്കാൻ പഠിച്ചിട്ടുള്ള, അതിനോടൊക്കെ പൊരുതി നിന്നിട്ടുള്ളൊരു സ്ത്രീ. അങ്ങനെയാണ് ഞാൻ ഈ സമത്വം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിലേക്ക് എത്തപ്പെടുന്നത്. വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിലേക്ക് ഞാൻ ചലിക്കാൻ തുടങ്ങുന്നത്, എൻ്റെ വസ്ത്രങ്ങൾ സ്വയം കഴുകാൻ ശീലിക്കുന്നത്. അങ്ങനെ പതിയെ പതിയെ എന്നെ പുതുക്കി പണിയുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് അമ്മയാണ്. അത് വളരെ രസകരമായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. വീടുകളിൽ ഓരോ ഡ്യൂട്ടിയും തുല്യമായിട്ട് ഭാഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ക്ലാസ് റൂമിൽ പറയാൻ ശീലിക്കുന്ന ഒരു നിതിനെ, +1 മുതലുള്ള ഒരു നിതിനെ ഞാൻ കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു നിതിനെ ഞാൻ ഉൾക്കൊള്ളുന്നത് പോലും ആ ഒരു വീട്ടിൽ നിന്ന്, അമ്മയിൽ നിന്നാണ്. ഇപ്പോഴും ഞാൻ എന്നെ കൂടുതൽ പുതുക്കാൻ ശ്രമിക്കുന്നതും അമ്മയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ്. നജ്മ ഒരു പൊതുപ്രവർത്തകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമത്വവുമായി ബന്ധപ്പെട്ട് ഒരു തുല്യ പങ്കാളിത്തം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്ത്രീകളുടെ പൊതുരംഗത്തേക്കുള്ള വരവ് അത് സംവരണത്തിലൂടെയാണെങ്കിലും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൊതുയിടത്തിൽ ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ നജ്മയുടെ അനുഭവത്തിൽ സമത്വം എന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് സമത്വം എന്താണ് എന്നൊരു ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്നു. അഥവാ മനുഷ്യരെല്ലാവരും തുല്യരാണ്. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർ ഒരുപോലെ അവകാശങ്ങളുള്ള മനുഷ്യരാണ്, ഒരുപോലെ വികാരങ്ങളുള്ള മനുഷ്യരാണ്. അവർക്ക് തുല്യമായ ഇടങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന ഡെഫിനിഷനിൽ നിന്ന്, നിർവചനത്തിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്നു എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ദൗർഭാഗ്യം എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അങ്ങനെ ആ ഒരു നിർവചനത്തെ പോലും ഉൾക്കൊള്ളാത്ത സമൂഹത്തിലാണ് ഈ സമൂഹത്തെ ഡിസൈൻ ചെയ്യേണ്ടുന്ന രാഷ്ട്രീയം എന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന മേഖലയിൽ സ്ത്രീകൾ കടന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതിൻ്റെ 10-25 വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ മാത്രം നമ്മൾ ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതിന് ശേഷം വളരെ നന്നായി പെർഫോം ചെയ്യുന്ന പ്രസിഡന്റുമാരെ, മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻമാരെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസരം കിട്ടിയപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. അതും സമയമെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷങ്ങളിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു, 10 വർഷങ്ങളിലും പോരായ്മകൾ തുടർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 25 വർഷം എന്ന് പറയുന്ന പീരീഡ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. അത് വലിയൊരു വിജയമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പൊതു ഇടങ്ങളിൽ നമ്മൾ ഒരു ഇടം അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ, അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ വാക്കല്ല എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ സാഹചര്യം നിലനിൽക്കുന്നത്. അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ത്രീകൾ ഒരുപാട് കഴിവുകളുള്ളവരാണ്, അവർ പെർഫോം ചെയ്യാൻ തയ്യാറാണ്. നിതിൻ സംസാരിച്ച പോലെയാണെങ്കിൽ നിതിൻ്റെ അമ്മ എഴുതപ്പെടാതെ പോയ ഒരു നല്ല എഴുത്തുകാരിയാണ് എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. അങ്ങനെ എഴുതപ്പെടാതെ പോയ, പുകഴ്ത്തപ്പെടാതെ പോയ, പെർഫോം ചെയ്യപ്പെടാതെ പോയ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ പൊട്ടൻഷ്യൽ എല്ലാവരും അറിയുന്ന രൂപത്തിൽ പുറത്തുണ്ടാവുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിന് നമ്മൾ തുറവികൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. നിലവിൽ അതില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനോഭാവം എന്ന് പറയുന്നത് ഈ ഒരു പുരുഷ കേന്ദ്രീകൃത മനോഭാവമാണ്. അതൊരു പരിധി വരെ നമ്മളെല്ലാവരെയും ഗ്രസിച്ചിട്ടുണ്ട്. ഈ സംസാരിക്കുന്ന നമ്മളെപ്പോലും ഒരു പരിധി വരെ അത് ഗ്രസിച്ചിട്ടുണ്ട്.
പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് ഇടപെടുന്നതൊക്കെ നോക്കൂ, നമ്മൾ ആരും പഠിപ്പിച്ചിട്ടല്ല. അവര് സ്വമേധയാ കണ്ടെത്തുന്ന ഒരു അൺലേണിംഗ് പ്രോസസ്സിലൂടെ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ വിശാലമായി കാണാൻ ശ്രമിക്കുന്നുണ്ട്. പെൺകുട്ടികളും പഠിക്കുകയും അവരുടെ ഇടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തതോട് കൂടിയിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കാത്തൊരു കാര്യത്തെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനൊരു തുറവിയെ അവർ കണ്ടെത്തുകയാണ്. നമുക്കതിനോടൊപ്പം സഞ്ചരിക്കാനാവണം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നജ്മ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ തുടങ്ങുന്നത് ഡെഫിനിഷനിൽ നിന്നാണ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ 10,000 വർഷങ്ങളായിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമത്വം എന്ത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. എവിടെ നിന്ന് ആരംഭിക്കണം എന്ന ചർച്ച നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് മനസ്സിൽ വരിക ആദ്യം മനുഷ്യനിൽ നിന്ന് തന്നെയാണ്, അവന്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് ഈ തുല്യത എന്നുള്ള ആശയം ഉടലെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വീട് തന്നെയാണ്, അല്ലെങ്കിൽ കുടുംബമാണ്. പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുപക്ഷെ സമൂഹത്തെ ചുറ്റും പലരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണോ എന്നറിയില്ല, സമൂഹത്തിലുള്ള അത്ര പോലും ഒരുപക്ഷെ ഒരു ജനാധിപത്യം അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്നത് കുടുംബത്തിലില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഷബിതയുടെ ഒരു അഭിപ്രായം അതേക്കുറിച്ച് എന്താണ്? വീട് എന്ന് പറയുന്ന സംവിധാനത്തെ ആത്യന്തികമായി ഡിസൈൻ ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. പക്ഷേ സ്ത്രീ ആവേണ്ടതുണ്ടോ? സ്ത്രീയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു 40 മുകളിലുള്ള ഒരാളായി തീരുകയും അവര് ഒരു പാട്രിയാർക്ക് മനോഭാവമുള്ള ആളാവുകയും ചെയ്യുന്നതിന്റെ പരിണിത ഫലമാണ് വീട് തികച്ചും പാട്രിയാർക്കായി മാറുന്നത്, പാട്രിയാർക്ക് സിസ്റ്റത്തിലേക്ക് മാറുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു നേരം രാവിലെ ഒരു 7:30 എഴുന്നേറ്റു എന്ന് വിചാരിക്കട്ടെ. അപ്പം 7:30 എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് തൊട്ടടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. അദ്ദേഹത്തിന് 9 മണിക്ക് പോയാൽ മതി. എനിക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നത് അവനിന്ന് പോവാനില്ലേ എന്നാണ്. അതായത് അവനിന്ന് പോവാനുള്ളത് കൊണ്ട് നീ നേരത്തെ എഴുന്നേൽക്കേണ്ടതും അവന് പോകേണ്ട ഭക്ഷണം ഉണ്ടാക്കേണ്ടതുമാണല്ലോ. എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഭക്ഷണമുണ്ട്. അപ്പോൾ അവന് പോകേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ. ഇതേ അവസരത്തിൽ അപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 50 കഴിഞ്ഞ ഒരു സ്ത്രീ എങ്ങനെ പാട്രിയാർക്കായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഇത് ഞാൻ ഈ സമാന അനുഭവം പലരോടും പങ്കുവെച്ചപ്പോഴും അവരെല്ലാം സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഇൻലോസ് നേരം വൈകി എഴുന്നേൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇതേ അവസരത്തിൽ എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് പോയി കഴിഞ്ഞാൽ, ഇതിപ്പം ഭർത്താവിൻ്റെ വീടായതുകൊണ്ടല്ലേ, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങാലോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് 2-3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം അമ്മ ചോദിക്കും, അല്ല അവന് ഓഫീസൊക്കെ ഉള്ളതല്ലേ, അവന് ഓഫീസുള്ളതിനെന്താ, അല്ല അതെല്ലാം കൂടെ അപ്പോൾ അവന് രാവിലെ പോകണമെങ്കിൽ നീ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ, നിന്നെ അപ്പം അതിനല്ലേ പറഞ്ഞയച്ചത്. അപ്പം എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് ഒരു പുരുഷനെ വളർത്താനാണ്. അപ്പം അതായത് ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്നും സ്ത്രീകൾ ഓമനിച്ചില്ലാതാക്കിയ വ്യക്തിത്വങ്ങളാണ് സത്യത്തിൽ പുരുഷന്മാർ. തീർച്ചയായിട്ടും. നിധിന് ആ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? വിമീഷ് മണിയൂരിന്റെ ഒരു കവിതയുണ്ട്, ആനയുടെ വളർത്തുമൃഗമാണ് പാപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നേരെ തിരിച്ചാണ്. അതായത് പുരുഷനെ ഓമനിച്ച് വളർത്തേണ്ട ബാധ്യത സ്ത്രീക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ ഇട്ട് കൊടുത്തേക്കാണ് പുരുഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പുരുഷൻ ഒരു പക്ഷേ അത് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി അതെ 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 അയാള് ഒരു അധികാര സ്ഥാനത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ്, ഭരിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ളൊരു ബോധ്യം ശരിക്കും പുരുഷനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാദ്യം അവർ മതമാണെങ്കിലും അവരുടെ മറ്റ് സാമൂഹിക ബന്ധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാനങ്ങളിലൂടെയും ഇത് സ്ത്രീകളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരെ കൊണ്ട് ഇതിങ്ങനെയാണ് എന്ന് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഹെഡ് ചെയ്യപ്പെടുന്നത് പുരുഷൻ തന്നെയാണ്. അതിൽ ഇതൊക്കെ ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഭരണാധികാരികളായി മാറുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഉദ്യോഗ വർഗമായിട്ട് സ്ത്രീകൾ മാറുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 40 മുകളിൽ വയസ്സുള്ള ഒരു അമ്മ അവന് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ സഹായിക്കേണ്ട സ്ഥാനം നിനക്കില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നത് പോലും ഇത് പുരുഷൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ്. കാരണം ഇതിന് മുകളിലേക്ക് സ്ത്രീകൾ വരരുത്, അവരിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ലൂപ്പ് പോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കട്ടെ എന്ന് അവൻ തീരുമാനിച്ചാണ്. അതിനെ പൊളിച്ച് കുറച്ച് പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ ലൂപ്പിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള സ്ത്രീകളാണ്. അവര്
കാരണം അവരുടെ തന്നെ നോക്കൂ, നിങ്ങൾ ചെറിയ കുട്ടിയിൽ തന്നെ അവരെ ഡിസൈൻ ചെയ്ത് തുടങ്ങുകയാണ്. പുരുഷനാവുമ്പോൾ അവൻ കളിക്കാൻ പോകുമ്പോൾ പെൺകുട്ടിയോട് പറയുന്നു വീട്ടിലെ കാര്യങ്ങളിൽ അമ്മേനെ സഹായിക്കാൻ. അമ്മ പറയുന്നു ഇന്ന ചെയ്യുന്ന. പുരുഷൻ കളിക്കാൻ പോകുമ്പോൾ ചോദ്യം ചെയ്യുന്നില്ല. അയാൾ കളിച്ച് ചെളിയാക്കി കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മ എടുത്ത് കഴുകുന്നു. പക്ഷെ പെൺകുട്ടിയാകുമ്പോൾ ഒരു നിശ്ചിത വയസ്സ് മുതൽ അവളുടെ ഡ്രസ്സുകൾ കഴുകണം. പിന്നെ കുറച്ചുകൂടി വലുതാകുമ്പോൾ വീട്ടിൽ മറ്റംഗങ്ങളുടെ പാചകം ചെയ്യണം. പിന്നെ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ ഇത് അവരെന്നെ ശരിക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ അവരതിൽ പെട്ടുപോയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ ഒരിക്കലും കാണുന്നില്ല. ഇതിൽ കുറ്റം ചെയ്യുന്ന വ്യക്തിയും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയും പുരുഷൻ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. നജ്മയുടെ ഒരു അഭിപ്രായത്തിൽ വീടുകൾ എന്ന് പറയുന്നത് ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. അഥവാ അതിന് നമുക്ക് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും തുല്യ അസ്തിത്വമുള്ളവരാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു സ്പേസ് അല്ല കുടുംബം. ഇപ്പൊ നിലവിൽ നമ്മൾ ജീവിക്കുന്ന ഏത് കുടുംബമാണെങ്കിൽ കൂടി ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഇടയിലുള്ള, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു റീജിയനിലുള്ള ആൾക്കാർ. ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനിൽ ഇടപെടുന്ന ഒരാളാ എന്നുള്ള രൂപത്തിൽ കൂടി പറയാം. വിവാഹമോചനങ്ങളുടെ കണക്കൊക്കെ വളരെ വലിയ രൂപത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുക. അതും വിവാഹമോചനം തേടുന്നത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം പങ്കാളികൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടല്ല. കല്യാണം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിലേക്ക് കയറി അല്ലെങ്കിൽ കോൺട്രാക്റ്റിലേക്ക് കയറി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് ആവുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പം നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ് കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്ന പെൺകുട്ടികളൊക്കെ കുറച്ചുകൂടി ബോധവാന്മാരാണ് താന്താങ്ങളുടെ സ്പേസിനെ പറ്റി. പക്ഷെ അവർ കയറി ചെല്ലുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലും ഡിനൈ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ആന്തരികമായിട്ടുള്ള സംഘർഷം വളരെ കൂടുകയും ആ സംഘർഷം ഒരു പരിധി വരെ ഒന്നുകിൽ അവിടെ അഡ്ജസ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളൽ വളരെ കുറവാണ്, അഡ്ജസ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോയി തീരുകയോ ആണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആഗ്രഹമാണ് കുടുംബം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സെക്യൂരിറ്റി ഉള്ള ഒരു സ്പേസ് ആണ്. അവിടെ നമുക്ക് ഈ സ്പേസും കൂടി കിട്ടി, അഥവാ നമ്മളെല്ലാവരെയും തുല്യമായി കണക്കാക്കുന്ന ഒരു ഇടം കൂടി അതിനുള്ളിൽ ഉണ്ടായാൽ അത് ഭയങ്കര രസമുള്ളൊരു ഇടമായി മാറും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഇതിനകത്ത് നമ്മുടെ വീടുകളൊക്കെ 80% സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഒരു പരിധിവരെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്ത്രീകൾക്ക് പങ്കുണ്ട്. പുരുഷൻ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന വീടകങ്ങളല്ല നമ്മുടേത്, സ്ത്രീകൾക്കും പങ്കുണ്ട്. പക്ഷെ ആ പങ്ക്, ആ അഭിപ്രായം എങ്ങനെയാവണമെന്ന് ആദ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അഭിപ്രായം പറഞ്ഞോളൂ, പക്ഷെ ഈ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കണം. അതിനപ്പുറത്തൊരു അഭിപ്രായമാണെങ്കിൽ അവിടെ പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ഈ പറയുന്ന കുടുംബത്തിന്റെ താളം തെറ്റുകയും ചെയ്തിട്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ സ്ത്രീയുടെ തലയിലേക്ക് വരും. അതുകൊണ്ട് ഇത് ഡിസൈൻ ചെയ്തത്, ഇതിന് ഒരു പരിധിവരെ പറഞ്ഞാൽ ശരിയാണ്, ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പുരുഷന്മാരാണ്. അതനുസരിച്ച് ഈ സാധനം റൺ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് സ്ത്രീകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അല്ലെങ്കിൽ ഈ പ്രശ്നം, കുടുംബം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അത് ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതെങ്ങനെ പരിഹരിക്കപ്പെടണം എന്നുള്ളതിൽ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. ഈ സ്ത്രീകൾ വിചാരിച്ച ഇതങ്ങ് മാറില്ലേ, സ്ത്രീകളല്ലേ, സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് വേണ്ടി കുറച്ചുകൂടി ഇടപഴകിയ ഇത് മാറില്ലേ? അങ്ങനെ മാറില്ല. അതിന്റെ കൂടി ഉത്തരവാദിത്തം സ്ത്രീകളിലേക്ക് കൊണ്ടുവരണ്ടെന്ന് എനിക്ക് അഭിപ്രായമുള്ളത്. എല്ലാത്തിന്റെ ഉത്തരവാദിത്തം ഇവിടെ ഉണ്ട്. പുരുഷന്മാരിത് ഡിസോൺ ചെയ്യുന്നവരെ ഇത് മാറൂല. ഞങ്ങൾക്കിങ്ങനെ ആവശ്യമില്ല. ചായ എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ പ്ലേറ്റും ഭർത്താവിൻ്റെ പ്ലേറ്റും ഞാൻ എടുക്കുന്നതിൻ്റെ സമയത്ത് എൻ്റെ പ്ലേറ്റ് ഞാൻ എടുത്തോളാം, ഇത് എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ദിസ് എന്ന് അവർ പറയുന്നവരെ, എനിക്ക് വിളമ്പിത്തരേണ്ട ആവശ്യമില്ല എന്ന് ഡിസോൺ ചെയ്യുന്നവരെ അതിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഒരു പരിധിവരെ പുരുഷന്മാരാണ്. അവർക്കത് സാധിക്കുമെന്നേ. ഈ കാലത്ത് നമ്മുടെ കൂടെയുള്ള, നമ്മൾ കാണുന്ന, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ സൗഹൃദപരമായി സ്ത്രീകളോട് പെരുമാറുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ വീടുകൾക്കുള്ളിലും അത് എളുപ്പം സാധിക്കും. പക്ഷെ കുറച്ച് സുഖം കുറയും. ആ സുഖം കുറവിന് അവർ തയ്യാറാവാതെ നമുക്ക് രക്ഷയില്ല. അത് നിർബന്ധമാണ്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഷബിത, ഈ ആണുങ്ങളാണോ പ്രശ്നം, ആൺബോധമാണോ പ്രശ്നം? തീർച്ചയായിട്ടും ആൺബോധം തന്നെയാണ്. ഈ ആണുങ്ങൾ സത്യത്തിൽ നമുക്ക് സ്നേഹിക്കാനും സൗഹൃദം പങ്കുവെക്കാനും ഏറ്റവും കൂടുതൽ ഉപകാരം ആയിട്ട് നമ്മളോട് കൂടുതൽ വളരെയധികം സഹായ മനസ്കതയോടെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. ഈ പറയുന്ന വീട്ടകത്തെ ഓമന പുരുഷന്മാർ തന്നെയാണ് പുറത്തിറങ്ങി അവരുടെ തൊഴിലിടങ്ങളിലെ ഏറ്റവും നല്ല സഹായഹസ്തങ്ങൾ സ്ത്രീകൾക്ക് നേരെ, അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദങ്ങൾക്ക് നേരെ നീട്ടുന്നത്. സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കാം. സ്ത്രീകൾക്കിടയിലും ഈ ആൺബോധമുണ്ട് എന്നുള്ളതാണ് സമൂഹത്തിന്റെ പ്രശ്നം. അതെ. അപ്പോൾ ഞാനൊരു മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാം എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിരുന്നു. മനഃശാസ്ത്രജ്ഞന് ഒരു പെൺകുട്ടിയുടെ അമ്മ എഴുതുന്ന കത്താണ്. എന്താണ് എൻ്റെ മകൾക്കുള്ള പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു കത്ത്.
എൻ്റെ അടുത്ത് ഒരു നിരൂപകൻ ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഈ കഥ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് 50 വയസ്സിന് ശേഷം സ്ത്രീകൾ പാട്രിയാർക്കായി മാറുന്നത് എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. നിധിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ആൺബോധമാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു. ആണുങ്ങൾക്കിടയിലായാലും സ്ത്രീകൾക്കിടയിലാണെങ്കിലും ആൺബോധമാണ് പ്രശ്നം. ആൺബോധം എന്നത് കുടഞ്ഞെറിയാൻ ആണുങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ നേരത്തെ പറഞ്ഞ കംഫർട്ട് സോൺ തന്നെയാണോ? ആണുങ്ങൾക്ക് കഴിയാത്തതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ കംഫർട്ടായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ അതിന് കുടഞ്ഞെറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഭക്ഷണം എടുത്തു തരാനോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പാചകം ചെയ്ത് കഴിക്കാനോ എനിക്ക് മറ്റൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡുകളും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. ഞാൻ അമ്മയെ കണ്ട് വളർന്നു, അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും വീട്ടിലുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുക്കളയിലും, അതായത് കളിയിടങ്ങളിലേക്ക് ഒരു പ്രായത്തിനപ്പുറം അധികം പോവാത്തൊരു വ്യക്തി കൂടിയാണ്. കാരണം അതല്ല ശരിക്ക് ഒരു കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. കളിയിടങ്ങൾ ആവശ്യമില്ല എന്നല്ല കേട്ടോ അഭിപ്രായപ്പെടുന്നത്. അതായത് അത് മാത്രമാവരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ വീട്ടിലേക്ക് ഉള്ള സമയങ്ങളിൽ അവരെ കൂടി ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പോലും തെറ്റാണ്. നമ്മുടേതായ ഡ്യൂട്ടികൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിലൊരു റോളുണ്ട്. കാരണം ഞാൻ കൂടി കഴിക്കേണ്ട ഭക്ഷണമാണ് പാചകം ചെയ്യുന്നത്. അപ്പൊ ഞാനത് അതിൽ എൻ്റെ കോൺട്രിബ്യൂട്ട് ഞാൻ ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ ഞാനത് പൊളിച്ചതാണ്. അപ്പൊ അത് എല്ലാ ആണുങ്ങൾക്കും സിമ്പിളായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ആണുങ്ങൾ കൂടുന്ന ഇടങ്ങളുണ്ട്, അവിടെ അവർ വളരെ മനോഹരമായിട്ട് കുക്ക് ചെയ്യും. അവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അവരവരുടെ വസ്ത്രങ്ങൾ സ്വയം കഴുകാനും എല്ലാ കാര്യങ്ങൾക്കും അവർക്കറിയാം. അപ്പോൾ അവർ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ അവർക്ക് ആരും ഒരു അമ്മയുടെ ഹെൽപ്പ് വേണ്ട, ഒരു ഭാര്യയുടെയും ഹെൽപ്പ് വേണ്ട, ഇതൊന്നും വേണ്ട. പിന്നെ എന്തുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഇത് പൊളിക്കാൻ അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഇതൊരു സുഖം പിടിച്ച ഏർപ്പാടാണ്, വളരെ കംഫർട്ടാണ് എന്നുള്ളതാണ്. വീട്ടിലെത്തിയ ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇമോഷൻസ് ഏറ്റവും നല്ല രീതിയിൽ അഴിച്ചുവിടുന്ന ഇടമാണ് വീടെന്നൊക്കെ അതിൽ വലിയ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇമോഷൻസ് അഴിച്ചുവിടുന്നത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ആദ്യം തിരിച്ചറിയേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, ഒരു കാര്യം അതിൽ കൂട്ടിച്ചേർക്കാൻ തോന്നുന്നതാ, പ്രത്യേകിച്ച് ഈ പുരുഷാധിപത്യം എന്നൊക്കെയുള്ള ഒരു സാധനം നമ്മളിങ്ങനെ പറയുമ്പോഴും, പ്രത്യേകിച്ച് പുരുഷാധിപത്യം എന്ന് ഞങ്ങൾ സ്ത്രീകൾ ഒരുപാട് ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അതോടുകൂടി നമ്മൾ പുരുഷ വിരോധികളും ആവും. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അതിന് രസമുള്ള ഒരു നിർവചനം കാരശ്ശേരി മാഷ് ഒരിക്കൽ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഫിസിക്കൽ തിങ് അല്ല, അഥവാ ശരീരം കൊണ്ടാണ് എല്ലാവരും പേർന്നൊരു ബോധമാണ് ഈ പുരുഷാധിപത്യം എന്നുള്ളതല്ല. ശരീരം കൊണ്ട് സ്ത്രീയായ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നും അല്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയൊരു പ്രശ്നത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പക്ഷെ ഇത് ശാരീരികമായ ഭൗതികമായ ഒരു സാധനമല്ല. പുരുഷാധിപത്യം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ഒരു ഇമോഷണൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മെന്റൽ പ്രോസസ്സാണ്. പുരുഷാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരിലുമായി ഒഴുകി പരന്ന് കിടക്കുന്ന ഒരു അധികാരബോധമാണ്. സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയുടെ മേൽ കുറച്ച് അധികാരങ്ങൾ അധികം ഉണ്ട് എന്നൊരു ബോധമാണ്. ആ ബോധത്തെയാണ് നമ്മൾ ഈ പറയുന്നതിൽ സൂചിപ്പിക്കുന്നത് എന്ന് മാത്രം കൂട്ടിച്ചേർക്കുന്നു. സമത്വം ആരംഭിക്കേണ്ടത് എവിടെ നിന്ന് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. പങ്കെടുത്തവർ മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ഷബിത, പ്രസാധകനും കഥാകൃത്തുമായ നിധിൻ, പൊതുപ്രവർത്തക അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, നിർവഹണം ഫഹദ് റാസ, തയ്യാറാക്കിയത് അഭിരാമി. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. യുവവാണി സമാപിക്കുന്നു.